ആടാ ഇവിടെ ആരുമില്ലേ? അച്ഛാ ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താ മോളെ? അത് പൈസ വാങ്ങാൻ എളുപ്പമായിരുന്നു. 2 മാസമായിട്ട് പലിശ പോലും അടയ്ക്കുന്നില്ല. ഞങ്ങൾക്ക് അല്പം സാവകാശം കൊടുത്തിരണം. പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ ഞങ്ങൾ ഇവിടെ നിന്ന് തരാന. വേണ്ട, പെട്ടെന്ന് വേണ്ട. ഒരവധിയോടെ തരാം. ഇന്ന് 10-ാം തീയതി, 15-ാം തീയതി തിരുവോണം. തിരുവോണത്തിൻ്റെ അന്ന് എൻ്റെ മുതലും പലിശയും കിട്ടിയില്ലെങ്കിൽ ഞാനായിരിക്കും ഇവിടെ കയറി തിരുവോണം ഉണ്ണെന്ന്. കേട്ടോടി ശാലിനി. വാടാ. അടിച്ചിട്ട് പോയാൽ മതി ഇവിടുന്ന്. ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ കിട്ടത്തുള്ളൂ, അല്ല കിട്ടത്തില്ലെന്നേ. നമ്മളിവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഷോ, താനെന്ത് വിഡിത്തോടെ പറഞ്ഞത്? അതൊരു പാവം പെണ്ണ. നമ്മുടെ നെടുത്തെടുത്ത് പഠിപ്പിക്കുന്ന ആശാനില്ലേ, എഴുത്തച്ഛൻ്റെ മരുമോളാ. പിള്ളേരുടെ ചെറുപ്പത്തിലെ അവരുടെ കെട്ടിലിട്ടിട്ട് പോയതാ. വീട്ടുവേലയ്ക്ക് പോയാ അവര് കഴിയുന്നത്. നീ കൂടുതലൊന്നും പറയണ്ട, വേറെ വല്ല കാര്യം പറ. ഞാനൊന്നും പറഞ്ഞില്ല. ഇതിൽ കൂടുതൽ എന്ത് പറയാനാ? ആ ചേച്ചി, തിരുവോണമല്ലേ, നീ പൊക്കോ, ബാക്കി ഞാൻ ചെയ്തോളാം. ഇത് കുട്ടികൾക്ക് കൊടുക്ക്. ചേച്ചി എനിക്കൊരു1000 രൂപ തരാമോ? നിനക്ക് ചേട്ടൻ പോകുന്നതിന് മുന്നേ ചോദിക്കാൻ വയ്യായിരുന്നോ? എൻ്റെ കയ്യിലൊന്നുമില്ല ശാലിനി. തിരുവോണമാ, കാണണം. വിടറാ. മോനെ പോയിട്ട് പെട്ടെന്ന് വരണേ. വാ മോളെ. എടാ ഗോകുലേ, ഇന്ന് കോണക്കോടി വാങ്ങില്ലേ? എനിക്കിത് വാങ്ങി. അപ്പൂപ്പ, അപ്പുറത്തെ വീട്ടിലെ കണ്ണൻ ഓണക്കോടി മേടിച്ച് ഞങ്ങൾക്ക് മേടിച്ചിരുന്നില്ലേ? മക്കളെ, നിങ്ങളുടെ അച്ഛൻ ജോലിക്ക് പോയിരിക്കുക. അച്ഛൻ പോയിച്ചു വരുമ്പോ എൻ്റെ മക്കൾക്ക് പുതിയ ഉടുപ്പുമെല്ലാം മേടിച്ചോണ്ട് വരും, കേട്ടോ?
അച്ഛാ, ആ കുട്ടികൾ എന്തി അച്ഛാ? അകത്തുണ്ട് മോളെ. മോളെ, നാളെ തീരുമാനമാണ്. പെൻഷനാണെങ്കിൽ കിട്ടുന്നുമില്ല. നല്ലൊരു ദിവസമായിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കണമെന്ന് ഓർക്കപ്പോൾ എനിക്കറിയില്ല എന്താ ചെയ്യണമെന്ന് എനിക്കറിയില്ല അച്ഛാ. അച്ഛൻ വിഷമിക്കണ്ട അച്ഛാ, പരിഹാരം ഉണ്ട് അച്ഛാ. മോളെ, എൻ്റെ മോൾ ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കല്ലേ. അപ്പൂപ്പ, ഓണത്തിന് ഉപ്പേരും പപ്പടമൊക്കെ ഉണ്ടോ? ഓണത്തപ്പൻ നമ്മുടെ വീട്ടിലും വരുമോ അപ്പൂപ്പ? വരും മക്കളെ, ഓണത്തപ്പൻ നമ്മുടെ വീട്ടിലും വരും. മക്കൾ പോയി കിടന്നു, സമയം ഒരുപാടായി. മക്കൾ പോയി കിടന്നു പറഞ്ഞു. ശരി അപ്പൂപ്പ. അമ്മേ, മക്കൾക്ക് പായസം ഇഷ്ടമല്ലേ? പായസം എപ്പോ തരും അമ്മേ? ഇപ്പോഴല്ല, അപ്പൂപ്പന് ഉറങ്ങട്ടെ കേട്ടോ. ഞാനാ ശാലു, നിന്റെ മനുവേഷണ. എവിടായിരുന്നു മണിയേട്ടാ ഇതുവരെ? എവിടായിരുന്നു? ഇനിയെങ്കിലും ഞങ്ങളെ വിട്ടു പോവല്ലേ മണിയേട്ടാ? കരയില്ലേ ശാലു, കരയില്ല. അയ്യോ മനുവേട്ടാ, നമ്മുടെ മക്കൾ കുടിക്കല്ലേ മക്കളെ? എന്താ ശാലു നീ കാണിച്ചത്? നമ്മുടെ കുട്ടികളെ നീ ഓർത്തില്ലേ? എന്റെ ഗതികേട് ചെയ്തു പോയതാ മനുവേട്ടാ.
മോനെ, എന്താ അച്ഛാ? ഇത്രയും നാളും നീ എവിടെയായിരുന്നടാ? നമ്മുടെ കിടപ്പാടം പണയപ്പെടുത്തി അച്ഛാ അമ്മയുടെ ചികിത്സ നടത്തിയത്. പലിശക്കാരൻ്റെ ശല്യം കാരണമാണ് ഞാൻ ഈ നാട് വിട്ടത്. നമ്മുടെ വീടിൻ്റെ ആധാരമായിട്ട് അച്ഛാ ഞാൻ തിരിച്ചെത്തിയത്. അതെൻ്റെ ഒരു വാശിയായിരുന്നു അച്ഛാ. അച്ഛൻ വിഷമിക്കരുത് അച്ഛാ. 5 വർഷം കൂടിയാടാ എൻ്റെ കുഞ്ഞിനെ ചിരിച്ചു കാണുന്നു. എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണീര് തുറന്നിട്ടില്ല. ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാ നിന്റെ 2 മക്കളെ എന്നെ അവിടെ നോക്കിയത്. എന്താ ചെയ്ത് നല്ലൊരു ദിവസം ആയിക്കൊണ്ട്? ഒന്നുമില്ല മക്കളെ. മുത്തശ്ശ, എന്നാ മക്കളെ? ഞങ്ങൾക്ക് പുതിയ ഓണക്കോടിയൊക്കെ കിട്ടി. പക്ഷെ മുത്തശ്ശൻ പറഞ്ഞ ആള് മാത്രം വന്നില്ല. ആരാ മക്കളെ? ഇതാണ് മക്കളെ ഇങ്ങനെ ഓണത്തപ്പൻ. ഐഡിയ, നമുക്ക് ഓണത്തപ്പനോട് ഒരു ഫോട്ടോ എടുത്താലോ പൂപ്പ?